ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ വീഡിയോ ഷഹസൈൻസ് വ്ളോഗ്. നമുക്കിന്ന് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാങ്ങ, ക്യാരറ്റ്, പിന്നെ 1-2 ആഴ്ച ഉപ്പിലിട്ട് വെച്ച നമ്മുടെ നാരങ്ങയും കാന്താരിയും കൂടെയാണ്, അത് വേണം. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും, പിന്നെ ഈത്തപ്പഴം, പിന്നെ വേണ്ടത് നമ്മൾ ഇതേപോലെ തന്നെ ഉപ്പിലിട്ട് വെച്ച് ആണ് അമ്പായങ്ങ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇവയെല്ലാം കേട്ടോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് കട്ട് ചെയ്ത മാങ്ങ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അച്ചാർ പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാർ പൊടി നമ്മൾ എണ്ണയിലെല്ലാം ഇടുന്നത് നമ്മൾ മാങ്ങയിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റും എല്ലാത്തിലും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ട, കുറവുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. പിന്നെ നമ്മുടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ അധികം ആർക്കും എണ്ണ ഇഷ്ടമില്ലാത്തത് കൊണ്ടും അച്ചാർ കേട് വരാതിരിക്കാൻ വേണ്ടിയും കൂടെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുക. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉലുവയും കൂടി പൊട്ടിക്കണത് കേട്ടോ. ഉലുവ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്ന് വഴണ്ട് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ വേവണം, കാരണം നമ്മൾ ഈ പേസ്റ്റ് എല്ലാം ആക്കിയിട്ടുള്ളത് കട്ട് ചെയ്തിരിക്കണം, അപ്പോൾ അത് വേവണം. പിന്നെ നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, ഇനി നമ്മളതിൽ മുളക് പൊടിയും കൂടെ ചേർക്കണം. നമ്മളിതിൽ അച്ചാർ പൊടി ഇടണില്ല. അച്ചാർ പൊടി നമ്മൾ വേവിക്കാണ്ട് തന്നെ മാങ്ങയിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. സുർക്കയും വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മളിതിലേക്ക് നാരങ്ങയാണ്. നാരങ്ങ ഒന്ന് വെന്തോട്ടെ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത്. ഈ സമയത്തൊക്കെ തീ നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഈത്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈത്തപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷമാണ്, ഈത്തപ്പഴത്തിൻ്റെ മധുരം എല്ലായിടത്തും പിടിക്കേണ്ട വിധത്തിലാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെയാണ് നമ്മൾ അടുത്തത് നമ്മൾ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്യാരറ്റ് അധികം വേവാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തീ കുറച്ചിട്ടാണ് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റിൽ നമ്മൾ നേരത്തെ തന്നെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉപ്പിലിട്ട് വെച്ച അമ്പായങ്ങയാണ് ഇടുന്നത്. നമ്മൾ ഉപ്പിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്, കാരണം നമുക്ക് ആവശ്യാനുസരണം അമ്പായങ്ങ കിട്ടില്ലല്ലോ. നമ്മൾ ഉപ്പിലിട്ട് വെച്ച അമ്പായങ്ങ ചേർത്ത് കൊടുത്ത് അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് അച്ചാർ പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും മിക്സാക്കി. മാങ്ങ അധികം വേവിക്കലില്ല ഞാൻ. അപ്പോൾ എല്ലായിടത്തും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇടൽ കഴിഞ്ഞാൽ പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി തീർന്നു കേട്ടോ. കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് തന്നെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോയെന്നും കൂടെ നോക്കണം കേട്ടോ. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.